ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ CSEB എക്സാമൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ബാങ്കിങ്ങിൻ്റെ ഒരു റിവിഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാങ്കിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് ബാങ്കിങ് എന്നുള്ള അതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ റിവിഷൻ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ റിവിഷൻ അവസാനിക്കുന്നത് നമ്മൾ 2-3 പാർട്ടുകളായിട്ടാണ് റിവിഷൻ ചെയ്യുന്നത്. അപ്പം റിവിഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. കാരണം റിവിഷൻ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ പഠിക്കുക എന്നതല്ലല്ലോ. നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക എന്നതാണ്. അപ്പം ഇത് ഇത്തിരി സ്പീഡിലായിരിക്കും റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2-3 ഭാഗങ്ങളായിട്ടാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് റിവിഷനിലേക്ക് കിടക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. സോ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നു. അതേപോലെ സെൻട്രൽ ബാങ്ക് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നു. കസ്റ്റഡിയൻ ഓഫ് ഫോറിൻ റിസർവ്, ദെൻ പ്രിൻറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് കറൻസി നോട്ട് ഇൻ ഇന്ത്യ. അതേപോലെ എന്താണ് റെപ്രസെൻറ്റേഷൻ മീഡിയ ഇൻ IMF, അതേപോലെ പ്രൊവൈഡ് അഡ്വൈസ് ടു ദ ഗവൺമെൻറ് ഇൻ കറൻസി ഇഷ്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ആരാണ് ഇതൊക്കെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ ആൻസർ എന്താണ് RBI ആണ്. ഓക്കെ, ഇനി ആരാണ് ഈ RBIയുടെ അതായത് ഫോർമേഷന് വേണ്ടിയിട്ട് കാരണമായത് ആരാണ്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. ഹിൽട്ടൺ യങ് കമ്മീഷനാണ് RBIയുടെ ഫോർമേഷന് വേണ്ടിയിട്ട് കാരണമായത്. എപ്പോഴാണ്? 1926 1926. ഇതിൻ്റെ ഫോർമൽ നെയിം എന്തായിരുന്നു? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. അപ്പോൾ ഇതിങ്ങനെയും ചോദിക്കാം, ഹിൽട്ടൺ യങ് കമ്മീഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓപ്ഷൻ വരാറുണ്ട് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. അങ്ങനെയും നമുക്ക് ഓപ്ഷൻ ലഭിക്കാം. ഇനി RBI എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആയത്? 1931-5 RBI എസ്റ്റാബ്ലിഷ് ആയത്. RBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1935 ആണ്. ആസ് പെർ ദ RBI ആക്ട് 1934. 1934 ആക്ട് പ്രകാരമാണ് RBI 1935 എസ്റ്റാബ്ലിഷ് ആയത്. എത്രയാണ് ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5 crores ആയിരുന്നു. ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 crores ആണ്. ഇനി എപ്പോഴാണ് RBI നാഷണലൈസ് ചെയ്തത്? 1949 RBI നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? മുംബൈയിലാണ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. മുംബൈയിലാണ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. കേരളത്തിലാണെങ്കിൽ എവിടെയാണ്? കേരളത്തിൽ എന്താണ്? തിരുവനന്തപുരത്താണ് കേരളത്തിൽ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. RBIക്ക് ജമ്മു കാശ്മീരിൽ മാത്രം അങ്ങനെ റെപ്രസെൻറ്റേഷനും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതും കൂടി ഓർത്ത് നോക്കുക. ജമ്മു കാശ്മീരിലാണ് അത് ഒഴിവായിട്ടുള്ളത്. പിന്നെ നമുക്ക് RBIനെ പറ്റിയിട്ട് എന്താണ് അറിയുന്നത്? അനിമൽ പ്രസൻറ്റ് ഇൻ RBI ലോഗോ. RBI ലോഗോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന എന്താണ് അനിമൽ എന്താണ്? ടൈഗർ ആണ് അതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ടൈഗർ ആണ്. അതേപോലെ എന്താണ് അതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ട്രീ ഏതാണ്? RBI ലോഗോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ട്രീ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ എഴുതുക? ഓയിൽ പാമാണ്. ഓയിൽ പാമാണ് ആൻസർ, അതായത് എണ്ണപ്പന. ഇനി അടുത്തത് ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ളതാണ് ദ ഫസ്റ്റ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ഫോളോവഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് നോട്ട് ഇഷ്യൂഡ് ഏത് സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്? പ്രൊപ്പോർഷനേറ്റ് റിസർവ് സിസ്റ്റമാണ് ആദ്യമായിട്ട് ഫോളോ ചെയ്തിരുന്നത്. ഈ പ്രൊപ്പോർഷനേറ്റ് റിസർവ് സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? ജർമ്മനിയിലാണ്. ബട്ട് പ്രസൻ്റ് ആയിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന വരുന്ന രീതി ഏതാണ്? മിനിമം റിസർവ് സിസ്റ്റമാണ്. മിനിമം റിസർവ് സിസ്റ്റം. അതേപോലെ വേറൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ളതാണ് ഡാഷ് ആർ ദ ഗൈഡ് ലൈൻസ് ആൻഡ് ജനറൽ നോംസ് ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസിനെയും ജനറൽ നോംസിനെയും എന്ത് വിളിക്കും എന്നതാണ് ചോദിക്കുന്നത്. എന്താണ് വിളിക്കുക? പ്രൂഡൻഷ്യൽ നോംസ് ആണ്. പ്രൂഡൻഷ്യൽ നോംസ് ആണ്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊന്നാണ് ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. എപ്പോഴാണ് ലീഡ് ബാങ്ക് സ്കീം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? RBI 1969 നരിമാൻ ആൻഡ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. അതേപോലെ തന്നെ എക്സിം ബാങ്കും IDBയും ഒക്കെ ഏതാണ്? ഈ RBIയുടെ കീഴിൽ ഈ
എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇനീഷ്യേറ്റീവുകളായിരുന്നു. ഈ എക്സിം ബാങ്ക് എപ്പോഴാണ് സ്ഥാപിച്ചത്, IDBI എപ്പോഴാണ് സ്ഥാപിച്ചതെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ RBI അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റൊരു സിസ്റ്റമാണ് ക്യാമൽ സ്റ്റേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആരുടെ റെക്കമെൻഡേഷനിലായിരുന്നു? പത്മനാഭൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലായിരുന്നു 1995 ഉള്ളത്. ഇനി വേറെ എന്താണ് നമുക്ക് RBI കുറിച്ച് പറയുന്നത്? RBIയുടെ ഗവർണർ, RBI കുറിച്ച് പഠിക്കുമ്പോൾ ഗവർണേഴ്സിനെ അറിയണ്ടേ? അപ്പോൾ RBIയുടെ ഫസ്റ്റ് ഗവർണറാണ് സർ ഓസ്ബോൺ ആർച്ചർ സ്മിത്ത് അല്ലെങ്കിൽ OA സ്മിത്ത് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗവർണറാണ് സർ ഓസ്ബോൺ സ്മിത്ത് ഓർ OA സ്മിത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗവർണറാണ്. എപ്പോഴായിരുന്നു? 1935 അപ്പോയിൻമെൻറ്റ് ചെയ്തു, 1937 വിരമിക്കുകയായിരുന്നു. സെക്കൻഡ് ആരാണ്? ജെയിംസ് ബ്രെയ്ഡ് ടൈലറാണ് സെക്കൻഡ് ആയിട്ടുള്ള RBIയുടെ ഗവർണർ എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? ഇന്ത്യൻ കറൻസിയിൽ സൈൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഗവർണറാണ് നമ്മുടെ സർ ജെയിംസ് ബ്രെയ്ഡ് ടൈലർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആരായിരുന്നു? തേർഡ് ആയിട്ടുള്ള ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? CD ദേശ്മുഖാണ്. എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? ഫസ്റ്റ് ഇന്ത്യൻ ഗവർണറാണ് നമ്മുടെ CD ദേശ്മുഖ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് ഗവർണർ ആരാണ്? BR റാവു ആണ്, അല്ലെങ്കിൽ സർ ബെനഗൽ രാമറാവു ആണ് ഫോർത്ത് ഗവർണർ എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ലോങ് സെർവിങ് RBI ഗവർണറാണ് BR റാവു എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഫസ്റ്റ് ആരാണ്? ഇനി മറ്റൊരു ചോദ്യമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഫസ്റ്റ് ലേഡി ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? KJ ഉദ്ദേശിയാണ്. അതേപോലെ മൻമോഹൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞൊരു CSEB എക്സാമിന് ഉണ്ടായിരുന്നു. എന്താണ്? RBI ഗവർണർ ഹൂ ലേറ്റർ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതായത് RBI ഗവർണർ ആവുകയും പിന്നീട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവുകയും ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. എത്രാമത്തേതായിരുന്നു? 15ാമത്തെ ഗവർണറായിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗ്. ഇയർ ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായത്. എന്തായിരുന്നു ഇയർ? 16 സെപ്റ്റംബർ 1982 മൻമോഹൻ സിംഗ് ഗവർണറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തത്. അതേപോലെ 14 ജനുവരി 1985 അപ് ടു ദാറ്റ് വരെയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ലിസ്റ്റ് ഓഫ് ഇതുവരെ ഉണ്ടായ RBI ഗവർണേഴ്സ്, അതായത് നമ്മുടെ ഡോക്ടർ രഘുറാംജി രാജൻ, അതായത് 23ാമത്തെ ഗവർണറായിട്ടുള്ളവരെയാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. എന്താണ് രഘുറാം രാജൻ്റെ പ്രത്യേകത? I do what I do എന്നുള്ള ബുക്ക് എഴുതിയതാരാണ്? രഘുറാം രാജനാണ്. അതേപോലെ 24ാമത്തെ അതുപോലെ നമ്മൾ 24ാമത്തെ ഗവർണറായിരുന്ന ഉർജിത് പാട്ടേൽ ആയിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ചിട്ടുള്ള ആദ്യ വ്യക്തിയാണ് നമ്മുടെ ഉർജിത് പാട്ടേൽ എന്ന് പറയുന്നത്. ഇനി പ്രസൻറ്റ് ആരാണ് RBIയുടെ ഗവർണർ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഗവർണേഴ്സും ഏത് വർഷമാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തതെന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് അത്രയും അപ്ഡേറ്റ് ആയിട്ടുള്ള ലിസ്റ്റ് അല്ല. അതിൽ ഉർജിത് പട്ടേൽ, നമ്മുടെ ശക്തികാന്ത ദാസ്, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് RBIയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡിയറീസ് ഓഫ് RBI എന്തൊക്കെയാണ്? അതായത് നമ്മുടെ DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഓപ്പറേഷൻസ് ഓഫ് ഇന്ത്യ, അതേപോലെ BRMP NMPL, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, NSB, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ലിമിറ്റഡ്, അതേപോലെ റീബിറ്റ്, റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊക്കെ എന്താണ്? RBIയുടെ സബ്സിഡിയറീസ് ആണ്. അതേപോലെ അടുത്തതാണ് 2 മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ക്വാളിറ്റേറ്റീവ് മെത്തേഡും. അതേപോലെ RBIക്ക് 2 ഫംഗ്ഷൻസ് ആണുള്ളത്, മോണിറ്ററി ഫംഗ്ഷൻസ് ആൻഡ് നോൺ മോണിറ്ററി ഫംഗ്ഷൻസ്. ഏതൊക്കെയാണ് മോണിറ്ററി ഫംഗ്ഷൻസിൽ വരുന്നത്? മോണിറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക മണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് ആണ് കൂടുതൽ ചോദിക്കുക. അപ്പോൾ എന്താണ്? ഇഷ്യൂ ഓഫ് കറൻസി, ബാങ്കേഴ്സ് ടു ദ ഗവൺമെൻറ്, ബാങ്കേഴ്സ് ബാങ്ക്, മാനേജേഴ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ മോണിറ്ററി ഫംഗ്ഷൻസിൽ വരിക. നോൺ മോണിറ്ററി ഫംഗ്ഷൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ഡാറ്റ, റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി, ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ. ഇതൊക്കെയാണ് ആ ഒരു ഇതിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത്.
RBI ആക്ടുകളെ സംബന്ധിച്ചിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അതായത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എപ്പോഴാണ് നിലവിൽ വന്നത്? 1995 നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്നത്. സെക്ഷൻ 35 ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, അത് 1995 നമ്മുടെ ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതിൽ RBIയുടെ മോണിറ്ററി ഫങ്ഷനാണ് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ കുറേ മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് സിസ്റ്റവും ക്വാളിറ്റേറ്റീവ് സിസ്റ്റവും. ഏതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്? ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ. ഇതൊക്കെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് സിസ്റ്റമാണ്. ഇതിൽ നമ്മൾ എന്താ പറയുക, ജനറൽ മെത്തേഡ്സ് എന്നും കൂടി അറിയപ്പെടും. നെക്സ്റ്റ് സിസ്റ്റമാണ് ക്വാളിറ്റേറ്റീവ് സിസ്റ്റം. അതിന് നമ്മൾ സെലക്റ്റീവ് മെത്തേഡ്സ് എന്നും കൂടി അറിയപ്പെടും. ചിലപ്പോൾ എക്സാമിൽ ചോദിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൻ്റെ മറ്റൊരു പേര് ചോദിക്കാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് നോക്കാം. അതിൽ നമ്മളെല്ലാം പഠിച്ചിരിക്കണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് SLR, എന്താണ് CRR എന്നൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെയൊക്കെ പ്രസൻറ്റ് റേറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി ക്വാളിറ്റേറ്റീവ് റേറ്റിന് എന്താ അറിയപ്പെടും? അതിന് നമ്മൾ സെലക്റ്റീവ് മെത്തേഡ്സ് ഓഫ് കൺട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് വരിക? സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വരും, റേഷനിങ് ഓഫ് ക്രെഡിറ്റ് വരും, മോറൽ പെർsuasion വരും, പബ്ലിസിറ്റി വരും, അതേപോലെ ഡയറക്റ്റ് ആക്ഷൻ വരും. ഇതൊക്കെ എന്താണ്? ക്വാളിറ്റേറ്റീവ് സിസ്റ്റം ഓഫ് കൺട്രോളിൽ പെടുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സർഫേസി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടില്ലാതാണ്. എന്നാൽ സർഫേസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് 2002. അതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും നോക്കി വെക്കണം. അതേപോലെ ഈ സർഫേസി ആക്ടിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് ഒരു പ്രാവശ്യം CSEB ചോദിച്ചിട്ടുണ്ട്. എന്താണ് ലക്ഷ്യമാക്കുന്നത്? അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. മനസ്സിലായല്ലോ? സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആണ് നമ്മൾ ഈ സർഫേസി ആക്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എപ്പോഴാണ് നിലവിൽ വന്നത്? 2002 നിലവിൽ വന്നിട്ടുള്ളത്. 2002 നിലവിൽ വന്നിട്ടുള്ളത്. ഇതെന്താണ്? NPA റിക്കവറി ചെയ്യാനുള്ള NPA, അതായത് 1 ലക്ഷമോ അതിന് മുകളിലുള്ള ലോൺസുകൾ അത് NPA ആയി കിടക്കുന്നുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ആക്ട് നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് എന്താണ്? 2002. ഇനി സർഫേസി ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ലോൺസ് ബിലോ 1 lakh. 1 lakhൽ 1 ലക്ഷത്തിൽ താഴെയുള്ള ലോണുകൾക്ക് ഈ എന്തില്ല? NPA ആക്ട് അപ്ലിക്കബിൾ അല്ല. പിന്നെ അതേപോലെ എന്താണ്? പ്രൊവിഷൻ മെയ്ഡ് ഫോർ NPAക്ക് നമ്മൾ നീക്കി വെക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിസ്ക് കോസ്റ്റാണ്. NPAക്ക് നമ്മൾ നീക്കി വെക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് കോസ്റ്റാണ്. അപ്പോൾ ചോദിക്കും എന്താണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് വെച്ചിട്ടുണ്ട്. എന്നാൽ നോൺ പെർഫോമിംഗ് അസറ്റ് മീൻസ് ആൻ അസറ്റ് ഫോർ വിച്ച് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഓർ ഇറ്റ്സ് ഓവർ ഡ്യൂ ഫോർ എ പീരീഡ് ഓഫ് 90 days. അതായത് 90 ദിവസം വരെ നമ്മളൊരു ലോൺ എടുത്തിട്ട് 90 ദിവസം വരെ അതിൻ്റെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടോ തിരിച്ചടച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള ലോണുകളാണ് NPA കാറ്റഗറിയിൽ വരിക. അങ്ങനെയുള്ള ലോണുകളാണ് നമ്മൾ NPA കാറ്റഗറിയിൽ വരിക. അപ്പോൾ ചില കേസുകളിൽ ഇതിൻ്റെ NPA അപ്ലിക്കബിൾ അല്ല. ഏതൊക്കെ കേസിലാണ്? ഇത് കേസ് ഓഫ് ലീൻ ഓഫ് ഗുഡ്സ്, പ്ലെഡ്ജ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീസ്, അതേപോലെ എന്താണ്? ക്രിയേഷൻ ഇൻ എനി സെക്യൂരിറ്റി എയർക്രാഫ്റ്റ്, അതേപോലെ കണ്ടീഷൻഡ് സെയിൽ ഓർ ഹയർ പർച്ചേസ് ലീസ്, ദെൻ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ. ഇതിലൊന്നും എന്തില്ല? NPA എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇത്രയും കേസുകളാണ് NPA അപ്ലിക്കബിൾ അല്ലാത്ത കേസുകൾ. അപ്പോൾ NPA കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റാണ്. ഇനി നമുക്ക് ആദ്യമായിട്ട് ബാങ്കിങ് ഹിസ്റ്ററിയിൽ ആദ്യത്തെ കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ഏതെന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൽക്കട്ടയാണ്. 1770 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് ഗവർണർ ഓഫ് RBI. ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത് മിസ്റ്റർ ഓസ്ബോൺ സ്മിത്ത് ആണ് ഫസ്റ്റ് ഗവർണർ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CD ദേശ്മുഖാണ് ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ RBIയുടേതെന്ന് പറയുന്നത്. ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ATM ഇൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബാങ്കാണ് നമ്മുടെ HSBC എന്ന് പറയുന്നത്. HSBC ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ATM ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
ദ ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് സേവിങ്സ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സേവിങ്സ് ബാങ്ക് സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ള ബാങ്ക് ഏതാണ്? പ്രസിഡൻസി ബാങ്കാണ്. 1830 അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് പിന്നീട് ഇമ്പീരിയൽ ബാങ്കായിട്ട് മാറി. ദെൻ നെക്സ്റ്റ് നോക്കാം, ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ചെക്ക് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇതിൽ ചെക്ക് സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബാങ്കാണ് ഏതെന്ന് പറയുന്നത്? ബംഗാൾ ബാങ്ക് എന്ന് പറയുന്നത് 1784 ചെക്ക് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ഇന്റർനെറ്റ് ബാങ്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ICICI ബാങ്കാണ്. ദെൻ ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് മ്യൂച്വൽ ഫണ്ട്, ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാം, ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ക്രെഡിറ്റ് കാർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറിൻ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാർട്ടേഡ് ബാങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഫസ്റ്റ് ജോയിൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ജോയിൻറ്റ് ബാങ്ക് ഏതാണ്? അലഹബാദ് ബാങ്ക് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ലണ്ടൻ ഇൻ 1946. അതായത് ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ലണ്ടനിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. അത് ഏത് ബാങ്കാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ദ നെക്സ്റ്റ് നോക്കാം, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് വിത്ത് ഇന്ത്യൻ ക്യാപിറ്റൽ ഇൻഡിജീനിയസ് ബാങ്ക്. ഇന്ത്യൻ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഒരു പ്രത്യേകത കൊണ്ടുണ്ട് കേട്ടോ. VRS സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായി ആണ്. ലാഹോറിലാണ് സ്ഥാപിച്ചത്. നെക്സ്റ്റ് വണ്ണാണ്, ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? പ്രഥമ ഗ്രാമീൺ ബാങ്കാണ്. ഇപ്പോൾ സിൻഡിക്കേറ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഫസ്റ്റ് യൂണിവേഴ്സൽ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് ഏതാണ്? ICICI ബാങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ലിസ്റ്റഡ് ഇൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ബാങ്ക് ഏതാണ്? ICICI ബാങ്ക് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ടു ലോഞ്ച് ടോക്കിംഗ് ATMs ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾ പീപ്പിൾ. അതായത് ഡിഫറെൻ്റ്ലി ഏബിൾ പീപ്പിളിന് വേണ്ടിയിട്ട് ടോക്കിംഗ് ATM സ്ഥാപിച്ചിട്ടുള്ള ആദ്യത്തെ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ദെൻ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ടു ലോഞ്ച് ഇറ്റ്സ് ഓൺ പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ്. അതായത് പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ് ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത് ഏത് ബാങ്കാണ്? ഇന്ത്യയിൽ. അത് SBI ആണ്. അതിൽ SBI ലീപേ എന്നാണ് അതിൻ്റെ അഗ്രിഗേറ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കൺട്രീസ് ഫസ്റ്റ് ഓൾ വുമൻ ബാങ്ക്. ആദ്യത്തെ വിമൻ ബാങ്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഭാരതീയ മഹിളാ ബാങ്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഫസ്റ്റ് ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ടു ഓപ്പൺ എ ബ്രാഞ്ച് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിലെ ഏതോ ഒരു ബാങ്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഏത് ബാങ്ക് എന്നാണ്? ബാങ്കാണ് ICICI ബാങ്കാണ്. അപ്പോൾ ഈ കാരണം നമ്മുടെ CSEB എക്സാമുകളൊക്കെ കുറേ ബാങ്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മിച്ച് വെക്കുക. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഫസ്റ്റ് ആധാർ ബേസ്ഡ് ATM ലോഞ്ച്ഡ് ബൈ. ആധാർ ബേസ്ഡ് ATM ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത ആരാണ്? DCB ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഫസ്റ്റ് ബാങ്ക് ടു സെൽ ഇന്ത്യൻ ഗോൾഡ് കോയിൻസ്. ഇന്ത്യൻ ഗോൾഡ് കോയിൻസ് സെൽ ചെയ്ത ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ്. നോക്ക്, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഗോട്ട് ISO സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? കാനറ ബാങ്കാണ് ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇതാ നോക്കാം നമുക്ക്, ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ടു ഓപ്പൺ ഡെഡിക്കേറ്റഡ് ബ്രാഞ്ച് ഫോർ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് RBL ആണ്. RBL എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാങ്കാണ്. നെക്സ്റ്റ് വൺ ആണ്, ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ബാങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏത് ബാങ്കാണ്? ICICI ബാങ്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഏത് ബാങ്കാണ്? എയർടെൽ കൊമേഴ്സ് ആണ്, രാജസ്ഥാനിലാണ്. നെക്സ്റ്റ് ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ്, പഞ്ചാബാണ്. നെക്സ്റ്റ് വൺ ഇതാണ്, ഫസ്റ്റ് കോൺടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡ് ഫോർ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് എൻ്റർപ്രൈസ്. അതായത് ഫസ്റ്റ് കോൺടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിന് ഏർപ്പാടാക്കിയതും ICICI ആണ്. ഫസ്റ്റ് സർട്ടിഫൈഡ് ഗ്രീൻ ബോണ്ട് അറ്റ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദിസ് ബാങ്കാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ ആണ്, ഇന്ത്യസ് ഫസ്റ്റ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ SME ബാങ്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? HDFC ആണ് ആദ്യത്തെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ബാങ്ക് എന്നറിയപ്പെടുന്നത്.
ഫസ്റ്റ് ഇഷ്യൂർ ഓഫ് മസാല ബോണ്ട്സ് ആരാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ഫോറിൻ കോർപ്പറേറ്റീവ്സിൽ നിന്ന് മണി റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോണ്ടുകളാണ് മസാല ബോണ്ടുകൾ എന്നറിയപ്പെടുന്നത്. ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് HDFC ബാങ്കാണ്. സോ ഇത്രയും കാര്യങ്ങൾ ബാങ്കിൽ ഓർത്ത് വെക്കുക. ഇതിൻ്റെ അടുത്ത റിവിഷൻ ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.